Friends, do you know about Kardashev scale? കർദാഷേവ് സ്കെയിൽ എന്നാൽ ഒരു സംസ്കാരത്തിൻ്റെ സാങ്കേതിക പുരോഗതിക്ക് വേണ്ടി അവർ ഉപയോഗിക്കപ്പെടുത്തുന്ന ഊർജം അല്ലെങ്കിൽ എനർജിയുടെ അളവ് അടിസ്ഥാനമാക്കി തരംതിരിച്ചിരിക്കുന്ന ഒരു കണക്കാണ്. ഇതിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ടൈപ്പ് 1, ഇതിൽ സ്വന്തം ഗ്രഹത്തിൻ്റെ ലഭ്യമായ എല്ലാ ഊർജവും മനുഷ്യർ ഉപയോഗിക്കുന്നു. ടൈപ്പ് 2, സ്വന്തം നക്ഷത്രത്തിൻ്റെ ഊർജം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്നു. ടൈസൺ സ്ഫിയറും ഉപയോഗിക്കുന്നു. ടൈപ്പ് 3, ഈ സംസ്കാരത്തിലെ മനുഷ്യർ തൻ്റെ ഗാലക്സിയിലെ മുഴുവൻ ഊർജവും ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് കർദാഷേവ് രൂപീകരിച്ച സ്കെയിൽ. പക്ഷേ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞർ 4, 5, 6, 7 സിവിലൈസേഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈപ്പ് 4, പ്രപഞ്ചത്തിലെ മുഴുവൻ ഊർജവും നിയന്ത്രിക്കാൻ കഴിയുന്നു. ടൈപ്പ് 5, ഒന്നിലധികം പ്രപഞ്ചങ്ങളിലെ അതായത് മൾട്ടിവേഴ്സിലെ ഊർജം ഉപയോഗിക്കാൻ സാധിക്കുന്നു. ടൈപ്പ് 6, ഇവർക്ക് ഫിസിക്സിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ മാറ്റാൻ കഴിയും. ടൈം ട്രാവൽ സാധിക്കും. പുതിയ പ്രപഞ്ചം നിർമ്മിക്കാനും സാധിക്കും. മരണം കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. ടൈപ്പ് 7, ഈ കാലഘട്ടത്തിൽ ഉള്ളവർക്ക് എല്ലാ ഡൈമെൻഷനുകളും നിയന്ത്രിക്കുന്നു. ഇവർക്ക് യാഥാർത്ഥ്യം തന്നെ മാറ്റാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ ദൈവതുല്യ. ഇപ്പോൾ മനുഷ്യർ നിൽക്കുന്നത് 0.73 സിവിലൈസേഷനിലാണ്. ഇപ്പോൾ മനുഷ്യർക്ക് തൻ്റെ ഗ്രഹത്തിലെ മുഴുവൻ എനർജിയും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു 8ാമത്തെ സിവിലൈസേഷൻ ഉണ്ടായാൽ അതിൽ മനുഷ്യർ എന്തായിരിക്കും? നിങ്ങളുടെ സംശയങ്ങളും ഉത്തരങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക.